എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ചമ്പാവരി ചോറ് നെല്ലുകുത്തരി വയ്ക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക. 1.5 ഗ്ലാസ് അരിക്കുള്ള വെള്ളമാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വെയിറ്റ് ഇടാതെ വേണം വയ്ക്കാൻ. തിളച്ച് കഴിയുമ്പോൾ ഈ 1.5 ഗ്ലാസ് അരി നന്നായിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ കഴുകിയ അരി ഇടണം. ഇങ്ങനെ ഇടുന്നത് ഈ ചൂടുവെള്ളത്തിലിടുന്നതിൻ്റെ കാരണം ഈ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല, പിന്നെ വെള്ളം പിടിക്കത്തില്ല, വളിച്ചു പോകത്തില്ല. ഇതിനു വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. തണുത്ത വെള്ളത്തിലേക്ക് അരി ഇട്ട് കഴിഞ്ഞ് ആ ചോറ് വെള്ളം പിടിച്ച പോലെയും, പിന്നെ ഒരു രാവിലെ വെക്കുന്ന അരിയാണെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോൾ നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വല്ലാത്ത സ്മെല്ല് വരും, ഒരു വളിച്ച ഇതുപോലെ വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇടുന്നത്. എന്നിട്ട് അരി ഇട്ട് കഴിയുമ്പോൾ അടച്ച് നമ്മുടെ വെയിറ്റ് ഇട്ട് ഫുൾ ഫ്ലെയിമിൽ വേണം ഗ്യാസ് കത്തിച്ച് വയ്ക്കാൻ. അങ്ങനെ 3 വിസിൽ മതി നമുക്ക്. ഇത് നന്നായിട്ട് വേവുള്ള അരിയാണ്. ഇതൊരു 3/4 മണിക്കൂറിന് മുന്നേ നമുക്ക് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി. 3/4 മണിക്കൂർ വേണ്ട, നല്ല വേവുള്ള അരിയാണ്. അല്ലെങ്കിൽ വേവ് കുറവുള്ള അരിയാണെങ്കിൽ 1 വിസിൽ അല്ലെ 2 വിസിൽ, അത് നമുക്കൊരു പ്രാവശ്യം അരി മേടിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ വേവ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല വേവുള്ളത് കൊണ്ടാണ് ഞാൻ 3 വിസിലടിച്ചിരിക്കുന്നത്. വിസിലടിച്ച് അത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ആവി മാറിക്കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് ആദ്യമേ ഊരി മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അരി ഒന്ന് നോക്കുക. ഒരിക്കലും നന്നായിട്ട് വെന്തിരിക്കും, പക്ഷേ വെന്ത് കുഴയുകയോ അല്ലെ വേവ് കുറവോ ഒന്നുമില്ല. അത് ഞാൻ കുക്കറിൽ തന്നെയല്ല അടച്ചിടുന്നത്. ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഈ ചോറ് ഊറ്റി മാറ്റുകയാണ്. എങ്കിലേ ഉള്ളൂ. കുക്കറിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വിസ്താരമുള്ള ഒരു ചെരുവത്തിലേക്ക്, ആവശ്യത്തിന് വെള്ളമുണ്ട്, കുക്കറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് വെള്ളം ഇച്ചിരി കുറവാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു പാത്രത്തിൽ നല്ല തിളപ്പിച്ച വെള്ളം ആ സമയത്ത് കൈ കാണണം, അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് തവിയിട്ടൊന്ന് ഇളക്കി നന്നായിട്ട്, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ആ വെള്ളവുമായിട്ട് ഒന്ന് മിക്സായിട്ട് അതിൻ്റെ പശയെല്ലാം ആ വെള്ളത്തിലേക്ക് വരും. എന്നിട്ട് ഒരടപ്പ് വയ്ക്കുക, ക്ലിപ്പ് ഇടുക 4 വശത്തും. ചെരുവത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 2, 3, 4 ഒക്കെ ആകും. ഇത് വലുതായതുകൊണ്ട് 4 ക്ലിപ്പാണ് ഞാൻ ഇടുന്നത്. ഇത് നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടുന്ന ക്ലിപ്പാണ് 2 എണ്ണം. ബാക്കി 2 എണ്ണം കിച്ചണിൻ്റെ ക്ലിപ്പ്, അത് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അങ്ങനെ ഇത് ആ സെയിം കുക്കറിൽ തന്നെ നമ്മുടെ സിങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് ചെരുവെടുത്ത് നമ്മൾ കമഴ്ത്തിയിടണം, ചെരിച്ചിടണം. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ എടുക്കുക. 15 മിനിറ്റ് വേണ്ട, അതിൽ കുറവ് മതി, ഒരു 10 മിനിറ്റ് ഒക്കെ മതി. അപ്പോൾ വെള്ളം ഫുള്ള് വാർന്നു പോയിട്ട് ഇതുണ്ട്, ഈ പരുവത്തിലുള്ള ചോറ് നമുക്ക് കിട്ടും. ഒരു കുഴഞ്ഞു പോവോ വെന്ത് പോവോ ഒന്നുമില്ല. നല്ല അടിപൊളി കുത്തിരിച്ചോറ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.